യാങ്ങിന്റെ അടുത്ത് നിന്ന് പണമൊക്കെ കിട്ടിയതിന്റെ പേരിൽ കോൺട്രാക്ട് ഒക്കെ വെച്ചത് കൊണ്ടാണല്ലോ ചീനാനും ഇത്രയും നാള് തന്റെ ഒപ്പമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ചീനാനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഹോലിയും ഇരിക്കുന്നത്. സോ ചീനാനെ കൊണ്ട് ഓരോരോ ജോലികളൊക്കെ ചെയ്യിപ്പിക്കുകയായിരുന്നു ഹോലിയും. പിന്നെ ഇത്രയും നാള് ലവേഴ്സിനെ പോലൊക്കെ ആയിരുന്നല്ലോ ജീനാൻ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ താൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി അതുപോലെ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. നോർമലായിട്ടൊക്കെ തന്റെ അടുത്ത് നിന്നാൽ മതിയെന്ന് ഹോലിയും അവളോടായിട്ട് പറയുന്നു. അവൾക്കും ആദ്യം ഒരുപാട് വിഷമമൊക്കെ ആകുന്നുണ്ട്. എങ്കിൽ പോലും അവനൊരു AI ആണല്ലോ. സോ മനുഷ്യനെ പോലെ അവന് അതേ ഇമോഷൻസ് ഒക്കെ ഉണ്ടെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണ് എല്ലാത്തിനും കാരണമെന്നാണ് അവളും ഓർക്കുന്നത്. നിലവിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തിട്ട് അവൾക്കും ശരിക്കും ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദുസ്വപ്നം പോലെയൊക്കെ കാണുവാനായിട്ടാണ് അവളും ആഗ്രഹിക്കുന്നത്. അപ്പോഴായിരുന്നു ഹോലിയും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഹോലിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. സോ അവനും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പണമൊക്കെ കൊടുക്കുവാനായിട്ടായിരുന്നു അവളെ വിളിച്ചു വരുത്തിയത്. ഒരാൾക്ക് കഴിക്കുവാൻ സാധിക്കാവുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ഫുഡ് ഐറ്റംസ് ഒക്കെ അതിലുണ്ടായിരുന്നു. അവൾക്കും മറ്റു മാർഗങ്ങളില്ലാതെ അതിന്റെയൊക്കെ തന്നെ പണം കൊടുക്കേണ്ടതായിട്ട് വരികയാണ്. കൂടാതെ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണുമ്പോഴത്തേക്കും അവൾക്കും അത് കഴിക്കുവാനായിട്ട് തോന്നുന്നു. എങ്കിൽ പോലും തന്റെ ആഗ്രഹമൊക്കെ മറച്ചു വെച്ചിട്ട് ഉറങ്ങുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനും അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗ്ലൗസ് ഒക്കെ അവൾക്ക് നൽകുകയാണ്. ആദ്യമാകട്ടെ അവൾക്ക് ഫുഡ് കഴിക്കുവാനായിട്ടാണ് ആ ഒരു ഗ്ലൗസ് ഒക്കെ നൽകിയതെന്നാണ് അവൾ കരുതുന്നത്. പക്ഷെ പിന്നീടാണ് ശരിക്കും അവന് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്നും. പക്ഷേ സമയമെടുത്തിട്ട് അതിന്റെ പുറത്തുള്ള ഷെൽസ് ഒക്കെ കളയുവാനായിട്ട് അവന് മടിയായിരുന്നു. സോ ആ പണി ചെയ്യുവാനായിട്ടാണ് അവൾക്ക് ഗ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു പണിയൊക്കെ ചെയ്തു തീർത്തിട്ട് അവളും ഉറങ്ങുകയായിരുന്നു. പക്ഷെ വീടിനകത്ത് നിന്നും ഒരുപാട് സൗണ്ട് ഒക്കെ കേൾക്കുന്ന അവളും റൂമിന് വെളിയിലായിട്ട് വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യുവാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വീട്ടിലുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നത്. അവളും അവരോടായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കുമാണ് എല്ലാ വീക്കും ഡീപ് ക്ലീൻ ചെയ്യുവാനായിട്ട് ഹോലിയാണ് അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നത്. ഹോലി ഇതുപോലെ ഓവറായിട്ട് പണം ചെലവാക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നതിനോട് ജീനാന് ഒട്ടും തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഹോലിയോട് അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരുപാട് തുകയൊക്കെ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ നിന്നും കുറച്ച് തുക മാത്രമേ ഇതിനൊക്കെ ചെലവാവുകയുള്ളൂ എന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. കൂടാതെ നിലവിൽ അവന്റെ കയ്യിലുള്ളത് വളരെ പഴയ ഫോണൊക്കെ ആണല്ലോ. ആ ഒരു ഫോൺ തനിക്ക് ആവശ്യമില്ല എന്നും പുതിയ മോഡൽ ഫോണൊക്കെ താൻ തന്നെ മേടിച്ചിട്ടുണ്ട് എന്നുമാണ് അവനും പറയുന്നത്. അപ്പോഴേക്കും പുതിയ ഫോണും അവിടെ എത്തുന്നു. അവനാകട്ടെ അതിന്റെ പണം കൂടി അവളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. വീട്ടിലെ കാര്യമൊക്കെ എന്തായെന്ന് അറിയുവാനായിട്ട് ബെയ്യും ഇപ്പോൾ ചീനനെ കോൾ ചെയ്യുകയാണ്. ഇന്നലെ ഈവനിങ് തൊട്ട് ആവശ്യമില്ലാത്ത എല്ലാ കാര്യവും അവൻ ഓർഡർ ചെയ്തൊക്കെ വരുത്തുകയാണ്. എല്ലാത്തിന്റെ പണം കൊടുക്കേണ്ടത് ഞാനുമാണ്. സോ അവനും എന്റെ കയ്യിലുള്ള പണമൊക്കെ തീർക്കുവാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണെന്നെല്ലാം തന്നെ ജീനൻ വളരെ ദേഷ്യത്തോടെയൊക്കെ ബെയ്യോട് പറയുമ്പോഴത്തേക്കും നീ ഒരു കാര്യം ചെയ്യുക, അവനെയും കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് വാ, ഇവിടെ നിങ്ങൾ താമസിച്ചോ, അങ്ങനെ വരുമ്പോഴത്തേക്കും നിനക്കും അവന്റെ ശല്യമൊന്നും അത്രയ്ക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ ബെയ്യും പറയുന്നു. എങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നത് ജീനന് വലിയ താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. സോ ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് അവളും പറയുന്നത്. ജീനാനും ഇപ്പോൾ ആകെ വിഷമിച്ച് കഫേയിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോഴത്തേക്കും ഫ്രണ്ടും എന്താണ് കാര്യം എന്നൊക്കെ അവളോടും തിരക്കുകയാണ്. ഹൂലി എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും പണത്തിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തതെന്നാണ് അവൻ വിചാരിക്കുന്നത്. ആദ്യം പണത്തിന് വേണ്ടി ആയിരുന്നു അവനെ വീട്ടിലൊക്കെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ സ്നേഹമൊക്കെ സിൻസിയർ ആയിരുന്നു. അത് മനസ്സിലാക്കാത്ത അവനും അതെല്ലാം തന്നെ പണത്തിന് വേണ്ടി ഞാൻ ചെയ്ത ഡ്രാമയാണെന്നൊക്കെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിലെ പണം തീർക്കുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്തു കൂട്ടുന്നത്. ഓരോരോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് എന്റെ കയ്യിലെ പണം എല്ലാം തന്നെ അവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്തും എനിക്ക് ഒരുപാട് ദേഷ്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീനാനും ഇരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഹോലിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടാവും. പതിയെ പതിയെ അതൊക്കെ മാറിക്കോളുമെന്ന് പറഞ്ഞ് ഫ്രണ്ടും അവളെ സമാധാനിപ്പിക്കുന്നു. പതിവില്ലാതെ കഫേയിൽ ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും ഇത് ആരാണ് ഇത്രയേറെ ഓർഡേഴ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഈ ഓർഡർ എല്ലാം തന്നെ ജീനാന്റെ വീട്ടിൽ നിന്നും വന്നതാണെന്നുള്ള കാര്യം ഫ്രണ്ടും അറിയിക്കുന്നത്. ഹൂലിക്ക് നിന്റെ അടുത്ത് ദേഷ്യമാണെങ്കിൽ പോലും നമ്മുടെ കഫേയില് കൂടുതൽ ഓർഡർ ഒക്കെ കിട്ടുന്നത് കൊണ്ട് താനും ഹാപ്പിയാണെന്ന് പറഞ്ഞ് ഫ്രണ്ടും ഇരിക്കുന്നു. ഇപ്പോൾ ഹോലിയും മാനേജറും കൂടി ചേർന്നിട്ട് ചിനാന്റെ വീട്ടിലിരുന്ന് ഗെയിമൊക്കെ കളിക്കുകയാണ്. ചിനാൻ ഇല്ലാത്ത സമയത്ത് ഈ ഒരു ഗെയിമൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു അവനും. അങ്ങനെ ഇരിക്കെ ഇതിനൊക്കെ ഒരുപാട് തുക ആയില്ലേ, ചീനാനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ മാനേജർ ചോദിക്കുമ്പോഴത്തേക്കും അവൾ എന്റെ ശത്രുവാണ്, ശത്രുവിനെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഒന്നും അല്ല നോക്കേണ്ടത്, മറിച്ച് ഇതുപോലെ പണിയൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന രീതിക്കാണ് ഹോലിയും സംസാരിക്കുന്നത്. ജീനാൻ പണമൊക്കെ മേടിച്ചിട്ടാണ് നിന്നെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ നിന്നെ നന്നായിട്ട് തന്നെയല്ലേ നോക്കിയത്. അങ്ങനെ ഇരിക്കെ അവൾക്ക് ഇതുകൊണ്ട് പണിയൊക്കെ കൊടുക്കുന്നത് മോശമല്ലേ എന്ന് മാനേജർ ചോദിക്കുമ്പോഴത്തേക്കും അവൾ എന്നെ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ ഫീലിങ്സ് വെച്ചായിരുന്നു അവൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്നാണ്
ഹുലിയും പറയുന്നത്. നിന്റെ ഫീലിങ്സ് വെച്ചാണ് ജീനാൻ കളിച്ചതെന്നൊക്കെ നീ പറഞ്ഞല്ലോ. അതിനർത്ഥം ജീനാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് നീ തിരിച്ച് അവളെയും സ്നേഹിച്ചിട്ടുണ്ടാവണം. അതൊന്നും അല്ല എങ്കിൽ ഒരിക്കലും നീ ഇത്രത്തോളം റൂഡായിട്ട് അവളുടെ അടുത്ത് പെരുമാറുവാനായിട്ട് പോകുന്നില്ല. സത്യം പറ, നിനക്കും അവളെ ഇഷ്ടമായിരുന്നോ എന്നൊക്കെ മാനേജർ ചോദിക്കുമ്പോഴത്തേക്കും മാനേജറുടെ മുമ്പില് കള്ളമൊക്കെ പറയുവാനായിട്ടായിരുന്നു അവൻ ശ്രമിച്ചത്. അതായത്, ഞാൻ ഒരിക്കൽ പോലും ജീനാനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ആക്ടറാണ്. അതുകൊണ്ട് തന്നെ അവളും ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നതാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോ അതനുസരിച്ച് മാത്രമായിരുന്നു ഞാനും അവളുടെ കൂടെ നിന്നത്. അല്ലെങ്കിൽ തന്നെ അവൾക്ക് പണത്തിനൊക്കെ ആക്രാന്തമുള്ള കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കുവാനായിട്ടൊന്നും പോകുന്നില്ല. അവൾ എന്റെ അടുത്ത് ഒട്ടും തന്നെ ആത്മാർത്ഥത ഇല്ലാതെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീനാനെ പുച്ഛിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു ഓർഡറൊക്കെ ആയിട്ട് ജീനാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ജീനാനെ കുറിച്ച് മോശമായിട്ട് അവൻ സംസാരിക്കുന്നത് അവളും കേൾക്കുന്നു. അവളും അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഹൂലിയും അവളുടെ പിന്നാലെ ചെല്ലുന്നു. എങ്കിൽ പോലും ഈ ഒരു തവണ അവളുടെ അടുത്ത് ക്ഷമ ചോദിക്കാനായിട്ടൊന്നും തന്നെ അവൻ തയ്യാറായിരുന്നില്ല. അവളും ഞാൻ നിന്റെ പണമൊക്കെ തട്ടിക്കൊണ്ട് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്നും അകലം പാലിക്കുന്നതായിരിക്കും നിനക്ക് കൂടുതൽ നല്ലതെന്നൊക്കെ അവനോടും പറയുകയാണ്. ഈ ഒരു സമയത്ത് നീ പണത്തിന് വേണ്ടി തന്നെ ആയിരുന്നല്ലോ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിനക്കിപ്പോൾ കഫേലെ ജോലിയൊക്കെ പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മറ്റു ജോലിയൊക്കെ അറേഞ്ച് ചെയ്ത് തരുവാനായിട്ട് പോലും താൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഹൂലിയും നിൽക്കുന്നു. ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന അവളും അവന്റെ മോട്ടോർ സൈക്കിളൊക്കെ ചവിട്ടി കളയുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പോലും ആ ബൈക്ക് ഓൾറെഡി കോസ്റ്റ്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിപ്പോൾ കളയുകയാണെങ്കിൽ തന്നെ നന്നാക്കുവാനായിട്ട് താൻ തന്നെ കാശ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവളും ഒന്നും തന്നെ ചെയ്യാതെയൊക്കെ പോകുന്നു. എങ്കിലും അവൾ ഇപ്പോൾ തന്നെ അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യത്തിലാണ് ഉള്ളത്. ഹൂലി തന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചതൊക്കെ ഓർത്ത് ഇരിക്കുകയായിരുന്നു ജീനാനും. സോ വിഷമിച്ചിരുന്നിട്ടുണ്ടായിരുന്ന ജീനാന്റെ അടുത്ത് ഫ്രണ്ടും ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. വീട്ടിലിരുന്നിട്ടുണ്ടായിരുന്ന ഹൂലിയും കുറെ നേരമായിട്ടും ജീനാനെ കാണാതാകുമ്പോഴത്തേക്കും അവളെ കോൾ ചെയ്യുവാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ കോള് പോകാത്തത് കൊണ്ട് തന്നെ അവളെ അന്വേഷിച്ച് കഫേയിലൊക്കെ എത്തുന്ന അവനും കഫേയുടെ മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയ കാര്യമൊക്കെ അവനും വായിക്കുന്നു. അതിലാകട്ടെ ഞങ്ങൾ ഒരാളെ തേടുകയാണെന്നും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നുമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അവനും അവിടേക്കൊക്കെ ഓടുകയാണ്. അതേസമയം ഇപ്പോൾ എന്റർടൈൻമെന്റ് കമ്പനിയുടെ ചെയർമാനെ കാണിക്കുമ്പോഴത്തേക്കും നേരത്തെ ഹോലി ഒരു ഡാൻസ് പെർഫോമൻസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ അയാൾക്കും കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ദൃശ്യങ്ങളിലുള്ളത് ഹോലി തന്നെയാണെന്ന് അയാളും ഉറപ്പിക്കുകയാണ്. ജീന ആകെ വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളും ഒരു സോങ് ഒക്കെ പാടി കഴിയുമ്പോഴത്തേക്കും നിനക്കിപ്പോഴും ഹുലിനെ ഇഷ്ടമാണോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോഴത്തേക്കും അല്ല എന്നായിരുന്നു ജിനൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നീ ഇപ്പോൾ ചെയ്തതെല്ലാം തന്നെ പണത്തിന് വേണ്ടിയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. പുതിയൊരു ബോയ് ഫ്രണ്ടിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കോ എന്ന രീതിക്ക് ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും അതിന് അവൾ ഒട്ടും തന്നെ സമ്മതമായിരുന്നില്ല. ആദ്യം അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോളാകട്ടെ എല്ലാം തന്നെ അവന്റെ ഒരു അഭിനയം മാത്രമായിരുന്നു എന്നാണ് അറിയിച്ചത്. സോ അവൻ എന്റെ അടുത്ത് ഒട്ടും തന്നെ ആത്മാർത്ഥത ഇല്ലാതെയാണ് നിന്നതെന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞ് അവളും ആകെ വിഷമിക്കുന്നു.